ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 1 മീറ്റർ കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് ഞാൻ അളവുകളൊക്കെ വരയ്ക്കുന്നുണ്ട് കട്ട് ചെയ്യാനായിട്ട്. അതിന് നെക്കിന് ഞാനിവിടെ ഒരു 4.25 എടുത്തിട്ടുണ്ട്, ഷോൾഡറിന് 3 എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആം ഹോളിന് 6 എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് വണ്ണം കൂട്ടിയാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ അതിനനുസരിച്ച് ഞാൻ ചോക്ക് ഉപയോഗിച്ച് വരച്ചെടുത്തു. വരച്ചതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ മാറിപ്പോവില്ല, കറക്റ്റിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്തിട്ടുണ്ട്. നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് കട്ട് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ സ്ലീവ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്ലീവാണ് എടുത്തിട്ടുള്ളത്. അതിന് നമ്മളുടെ അളവനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അതുപോലെ തന്നെ മെഷറിംഗ് ചോക്ക് ഉപയോഗിച്ച് വരച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് സ്ക്വയറായിട്ടുള്ള പീസും ക്രോസ് പീസും കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫസ്റ്റ് നെക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നെക്കിന് നമുക്ക് എത്രയാണോ ലെങ്തും വിഡ്ത്തും വേണ്ടത് അത് നമുക്ക് ആദ്യം ആ ചോക്ക് ഉപയോഗിച്ച് വരച്ച് കൊടുക്കാം. വരച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല കറക്റ്റിന് നമ്മളെ കഴുത്തൊക്കെ നല്ല കറക്റ്റിന് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ നന്നായിട്ട് വരച്ച് ഏത് ഷേപ്പിനാണോ വേണ്ടതെന്ന് വെച്ചാൽ വരച്ച് എടുക്കുക. വരച്ചെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ തന്നെ. അതിൻ്റെ ഒരു സൈഡ് ഞാൻ അടിച്ചതിന് ശേഷം ആണ് ഞാൻ ബ്ലൗസിൽ അത് വെച്ച് അടിക്കുന്നത്. കാരണം ഞാൻ ഇതിനകത്ത് ഇവിടെ ലൈനിങ് ഉപയോഗിച്ചിട്ടില്ലല്ലോ. ലൈനിങ് ഉപയോഗിക്കാത്തതുകൊണ്ട് കഴുത്ത് വച്ചടിക്കണം. അതിനുശേഷം അത് കുറച്ച് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് മടക്കി കഴുത്ത് അടിച്ചെടുക്കുക. അപ്പോൾ നെക്ക് ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇനി നെക്സ്റ്റ് വേണ്ടത് നമ്മളിവിടെ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ കട്ട് ചെയ്യാതെ തന്നെയാണ് പ്രിൻസസ് കട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫ്രണ്ടിൽ ഒരു ഡാട്ട് എടുക്കാറുണ്ട്. ഡാട്ട്സ് എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഡാട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ആം ഹോളിൻ്റെ അടുത്തുനിന്ന് ഒരു ഡാട്ട് സ്റ്റിച്ച് ചെയ്യണം. ഈ 2 ഡാട്ട്സും കൂടി എന്ത് ചെയ്യണമെന്നറിയാവോ, ഒരുമിച്ച് പിടിച്ച് കറക്റ്റ് ഇങ്ങനെ ആ ഒരു പ്രിൻസസിൻ്റെ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വളരെ എളുപ്പമാണ്. പെട്ടെന്ന് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാണ്ട് തന്നെ പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റും. എല്ലാവർക്കും പറ്റണം എന്നില്ല. എല്ലാവർക്കും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകാറുണ്ട്, ഫിനിഷിങ് കിട്ടാറില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നന്നായിട്ട് പ്രിൻസസ് കട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തു. അവിടെയും നമുക്ക് 2 ഡാട്ട്സ് കൊടുക്കണം. 2 സ്ഥലത്തായിട്ട് ഡാട്ട്സ് കൊടുക്കാറുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഡാട്ട്സ് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പീസ് ഞാൻ മടക്കി 2ആയിട്ട് ഇങ്ങനെ മടക്കി അടിച്ചതിന് ശേഷം അത് അവിടെ വെച്ച് ജോയിൻ്റ് ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ എൻഡ് പോർഷനിൽ, ബ്ലൗസിൻ്റെ ഇങ്ങനെ എൻഡ് പോർഷനിൽ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചടിച്ചു. കണ്ടോ, വെച്ച് കറക്റ്റിന് അടിച്ചിട്ടുണ്ട്. അടിച്ചതിന് ശേഷം എൻഡിൽ ഒരു സ്റ്റിച്ചും കൂടി ഞാൻ കൊടുക്കും. കാരണം നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിൽ ഞാൻ ബാക്ക് ഓപ്പണാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു പോർഷനിൽ ഹുക്ക് വെക്കാനായിട്ട് സ്റ്റിച്ച് ചെയ്യണം. അതിനും ഞാൻ നല്ല സ്ക്വയറായിട്ട് കട്ട് ചെയ്ത പീസ് തന്നെയാണ് വെച്ചടിക്കുന്നത്. അടിച്ച് ഹുക്ക് വയ്ക്കാനായിട്ട് കറക്റ്റിന് എടുക്കും. അതിനുശേഷം അടുത്ത പോർഷനിൽ ഒരു സ്ക്വയർ പീസ് വെച്ച് അടിച്ചതിന് ശേഷം മെറ്റീരിയൽ വെച്ച് അടിച്ചതിന് ശേഷം അതിൽ ഞാൻ ഹുക്ക് വയ്ക്കാനുള്ള അത് മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാറാണ് ചെയ്യുന്നത്. അതാവുമ്പോൾ അധികം പണിയില്ലല്ലോ, അതിൽ തന്നെ അങ്ങ് തീരും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തുന്നി പിടിപ്പിച്ച് വെക്കണം. അപ്പോൾ അതിനെക്കാട്ടും എളുപ്പം എനിക്കിതാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ, ഏതാണ് ഇടാനും ഹുക്ക് ഇടാനും എടുക്കാനും ഒക്കെ എളുപ്പം, അതെന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അതിനുശേഷം കണ്ടോ, നമുക്കിനി ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. ആ നല്ല 2 വശങ്ങളുടെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ അടിച്ചെടുക്കാം. 2 ഷോൾഡർ നമുക്കതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. എടുത്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് സ്ലീവാണ്.
സ്ലീവിൻ്റെ നമ്മുടെ എൻഡ് പോർഷൻ നമുക്ക് മടക്കി അടിക്കണം. മടക്കി അതിൻ്റെ എൻഡിൽ കൂടി 2 സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. മടക്കി അടിച്ചതിന് ശേഷം അതിൻ്റെ എൻഡിൽ കൂടിയും കൂടി ഒരുമിച്ച് അടിക്കുക. അടിച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗവും സ്ലീവും ആയിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. സ്ലീവ് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് നോക്കിയാലോ? കണ്ടോ, ഇതാണ് ബ്ലൗസ്. ഈ ഫ്രണ്ടിൽ കാണുന്ന 2 സൈഡിലും കാണുന്ന പൈപ്പ് പോലെ വന്നിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്തത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ബാക്കിലാണ് ഹുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.